ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആവുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നതിൻ്റെ സന്തോഷം. വളരെ സന്തോഷം. എല്ലാവർക്കും ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ. ഇന്നും നമ്മളൊരു പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതും ബാർക്കോൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. ഞാൻ ബാർക്കോൻ്റെ ഒരു പ്രൊമോട്ടർ ഒന്നല്ല കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും ബാർക്കോൻ്റെ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഞാൻ എല്ലാ കമ്പനികളുടെ പ്രൊഡക്റ്റുകളും എനിക്ക് ആക്സസബിൾ ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെ പ്രൊഡക്റ്റുകളും ഇതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രത്യേകം പ്രൊഡക്റ്റ്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ടെക്നോളജി എന്തെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പരസ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഈ കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ ലോസ് വേഗാസിൽ നടന്നിട്ടുള്ള സിനിമ കോൺഫറൻസ്, ലൈക്ക് അത് ഒരു എക്സിബിഷൻ പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റിൽ ബിഗ് സിനിമ എക്സ്പോ എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ നാട്ടിൽ ചെന്നൈയിൽ നടക്കുന്നുണ്ട്. ഒരു ബിഗ് സിനിമ എക്സ്പോ നടക്കുന്നുണ്ട്. എക്സ്പോയിൽ കൂടുതലും ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള ഇൻഫർമേഷൻസും അതിന് പരമായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യുക, ഷോക്കേസ് ചെയ്യുക. അത് ആവശ്യമുള്ളവർക്ക് അത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, അതിന് പ്രൊഡക്റ്റുകൾ മേടിക്കാം. ഇതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ഗ്യാതറിങ്ങിനും സോഷ്യലൈസേഷനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എക്സിബിഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ ഒരു എക്സിബിഷൻ നടന്നിരുന്നു. അന്ന് ബാർക്കോ 2 പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റാണ് ICMPX എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക്, അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ ICMPXൻ്റെ വീഡിയോ എടുത്ത് നോക്കാവുന്നതാണ്. ICMPX എന്ന് പറഞ്ഞൊരു സിനിമ സെർവറാണ്. സോ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റും കൂടി ബാർക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ്. ഒരു ആംപ്ലിഫയർ എന്തിന് ബാർക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാധാരണഗതിയിൽ ആംപ്ലിഫയറുകൾ ഇപ്പോൾ നമ്മളുടെ സിനിമ തിയേറ്ററിലെ ഓഡിയോ സെറ്റപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ആംപ്ലിഫയർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളില്ല. നമ്മളത് പോയി നോക്കി ചിലപ്പോൾ അതിനകത്ത് ബൾബ് കത്തിയെടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ കത്തിയെടുക്കുന്നുണ്ടാവില്ലായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബാക്കിലെ ഫാൻ കറങ്ങുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ആർക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു സ്മാർട്ട് ആംപ്ലിഫയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റിയലി സ്മാർട്ട്. അതായത് ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ആംപ്ലിഫയറിൻ്റെ ഫാൻ സ്പീഡ്, അത് എത്ര ഇതിൽ ഹീറ്റാണ്, എത്ര RPM വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു ഈവൻ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വരെ കൊടുത്തിട്ടാണ് ആംപ്ലിഫയർ ഇറക്കുന്നത്. സാധാരണ ഇതിൽ ഇത് കണ്ട ആംപ്ലിഫയർ എന്ന് പറയില്ല, പക്ഷേ അത്രയും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടൊരു ആംപ്ലിഫയർ ബാർക്ക് വർക്കാണ്. അപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. മറ്റ് ആംപ്ലിഫയറുകളിൽ നിന്ന് കുറച്ച് പ്രത്യേകതകൾ ഇതിനുണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ICMPX വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാർക്കോൻ്റെ സീരീസ് 4 സീരീസിൽ പെട്ടിട്ടുള്ള പ്രൊജക്ടർ എടുക്കുകയാണ്, SP4K സീരീസിലുള്ള പ്രൊജക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംപ്ലിഫയർ അതായിട്ട് ഇൻ്റർഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ എപ്പോഴും ആംപ്ലിഫയറുകൾ അടിച്ചു പോകുമ്പോൾ നമുക്ക് എപ്പോൾ പോയി എന്നറിയില്ല. എങ്ങനെ പോയി എപ്പോൾ പോയി എന്നുള്ളത് എപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തുടരാറുണ്ട് തിയേറ്ററുകൾ. ഇതൊക്കെ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ സിനിമാ തിയേറ്ററുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഫിലിം ഓപ്പറേറ്റർ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന, ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാനും ആ ഫീൽഡിൽ കുറേ നാൾ ജോലി ചെയ്ത ഒരാളാണ്. ഫിലിം ഓപ്പറേറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലൊക്കെ ക്രൗണ്ടൊക്കെ ആംപ്ലിഫയർ ഉണ്ടാവും. ചിലപ്പോൾ ഡോൾബി അറ്റ്മോസ് ഒക്കെ ആണെങ്കിൽ 32 ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാവും. ഒരെണ്ണമൊക്കെ പെട്ടെന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും സിഗ്നലും നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ചില ചാനലുകൾ വർക്ക് ചെയ്യാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫിസിക്കലി ചെക്ക് ചെയ്യാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ആംപ്ലിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡിജിറ്റലി കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളുടെ വെബ് ബ്രൗസറിൽ, വെബ് UIയിൽ നമുക്ക് കാണാൻ പറ്റും ഇന്ന ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ആംപ്ലിഫയർ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ആംപ്ലിഫയറിൻ്റെ സിഗ്നൽ പ്രോപ്പർ അല്ല എന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും എന്നുള്ളതാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത. ഈ ആംപ്ലിഫയർ നിലവിൽ എവിടെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ആംപ്ലിഫയറിന് കിട്ടാനായിട്ട് ഞാൻ ബാർക്കോയിൽ നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ബാർക്കോൻ്റെ എന്നുള്ള മറുപടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇത് അവർ തന്നെയാണ് നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് പുറമെ ഒരാൾക്ക് ഇൻസ്റ്റാളേഷൻ അത് കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ ബാർക്കോ സർട്ടിഫൈഡ് ആയിട്ടൊരു എഞ്ചിനീയറാണ്. എനിക്ക് ബാർക്കോൻ്റെ പ്രൊഡക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും അവർ ആംപ്ലിഫയർ തുടക്കത്തിൽ പുറത്ത് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കാലക്രമേണ അത് വരുന്നു. എനിക്ക് ഇന്ത്യയിൽ ഈ വരുന്ന നമ്മുടെ ഓഗസ്റ്റിൽ ചെന്നൈയിൽ നടക്കാൻ പോകുന്ന ബിഗ് സിനിമ എക്സ്പോയിൽ തീർച്ചയായിട്ടും അതൊരു ഷോക്കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ വരുമ്പോഴേക്കും അത് കൊടുക്കുമായിരിക്കും. നിലവിൽ ഈ ആംപ്ലിഫയർ പുറത്ത് എവിടെയും കൊടുത്തിട്ടില്ല, എവിടെയും സെയിൽ നടന്നിട്ടില്ല എന്നാണ്, ഈ വീഡിയോ ചെയ്തത് വരെ സെയിൽ നടന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ
കൂടുതൽ പറയാത്തത്. ഈ വീഡിയോ കൂടെ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയെങ്കിലും ഉപയോഗിക്കണം. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അത് അതിൻ്റെ അത്രയും നല്ല പെർഫോമൻസ് ആണോ അല്ലയോ എന്ന് പറയുള്ളൂ. ഏത് പ്രൊഡക്റ്റ് ആയാലും ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളൂ. ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്ക് 450 വാട്ട്സ് ആണ് ഒരു സിംഗിൾ ചാനലിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. എന്നാൽ ഇത് ബ്രിഡ്ജ് മോഡിലിടാണെന്നുണ്ടെങ്കിൽ 4000 വാട്ട്സ് വരെ നമുക്ക് ഇതിൻ്റെ ബ്രിഡ്ജ് മോഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ബ്രിഡ്ജ് മോഡ് എന്ന് പലർക്കും അറിയില്ല. ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, എന്നാൽ ഈ എൻ്റെ ചാനൽ കാണുന്ന പകുതി ആൾക്കാർക്കും അത്രയും അങ്ങോട്ട് ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ലാത്ത കുറേ ആളുകളും എൻ്റെ സബ്സ്ക്രൈബേഴ്സിലുണ്ട്. സോ അവർക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തണം എന്നുള്ളൊരു റിക്വസ്റ്റ് എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇത് അറിയാത്തവർക്കും കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആംപ്ലിഫയറിനകത്ത് ഒരു ചാനലല്ല വരിക, പല ടൈപ്പ് ആംപ്ലിഫയറുകളുണ്ട്. 12 ചാനൽ ആംപ്ലിഫയറുകളുണ്ട്, അതേമാതിരി 4 ചാനൽ ആംപ്ലിഫയറുണ്ട്, 8 ചാനൽ ആംപ്ലിഫയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ 8 ചാനൽ ഉദ്ദേശിക്കുന്നത് ഒരു ആംബിൻ്റെ അകത്ത് നിന്ന് 8 ഔട്ട് എടുക്കാൻ പറ്റും, 8 സ്പീക്കറുകളിലേക്ക് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 4 ആണെങ്കിൽ 4 സ്പീക്കറുകളിലേക്ക് ഔട്ട് എടുക്കാൻ പറ്റും. ഇനി 2 ആണെങ്കിൽ 2 ഔട്ടുകളിലേക്ക് സ്പീക്കറിലേക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 ചാനൽ 2 ചാനലിൻ്റെ ഒരു ആംപ്ലിഫയർ ഉണ്ടെന്ന് വെച്ചോളൂ. സോ ഈ ആംപ്ലിഫയറിൻ്റെ ഒരു ചാനലിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 450 വാട്ട്സ് ആണ് നമുക്ക് ഔട്ട് കിട്ടുക. എന്നാൽ ഈ 2 ചാനലിൽ നിന്ന് നമ്മൾ ഔട്ട് ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 വാട്ട്സ് വരെ കിട്ടും. അത് ഈ ആംപ്ലിഫയറിൻ്റെ, ഞാനിപ്പോൾ പറഞ്ഞ ബാർക്കോ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് ആംപ്ലിഫയറുകൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും, പവറിലൊക്കെ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അതിനെ ഞാനൊരു ടേമും കൂടി ഉപയോഗിച്ചിരുന്നു, ബ്രിഡ്ജ് മോഡ് എന്നൊരു ടേമും കൂടി ഉപയോഗിച്ചിരുന്നു. ബ്രിഡ്ജ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ രണ്ടും കൂടി മെർജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബ്രിഡ്ജ്. അതായത് ചാനൽ നമ്പർ 1ഉം ചാനൽ നമ്പർ 2ഉം കൂടിയിട്ട് ഒരെണ്ണാക്കിയിട്ട് പവർ കൂട്ടുക എന്നുള്ളതാണ്. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് സബ് ബൂഫർ വെക്കുന്ന സ്ഥലത്താണ് ഇത് ഉപയോഗിക്കുന്നത്, മറ്റു സ്ഥലങ്ങളിൽ ഇത് ആവശ്യം വരുന്നില്ല. 3 വേരിയൻ്റ് അവൈലബിൾ ആണ്. അത് ബി ട്രീ കോഡ്, അത് ബി ആമ്പ്, ട്രീ ആമ്പ്, കോഡ് ആമ്പ്. അപ്പോൾ എന്താ ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബി ആമ്പ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്ക് ഒരു സ്പാനിഷ് ഇൻഫ്ലുവൻസിൽ വന്നിട്ടുള്ളൊരു ഇതാണ് ബി ട്രീ കോഡ്. ബി എന്ന് ഉദ്ദേശിക്കുന്നത് 2ആണ്, ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് 3ആണ്, ക്വാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 4ആണ്. ക്വാഡ്രോ എന്ന് പറഞ്ഞാൽ ക്വാഡ്രോ എന്ന് പറഞ്ഞാൽ 4 എന്നാണ് ശരിക്ക് ആ ലാംഗ്വേജിൽ പറയുക. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പദമാണ്. അപ്പോൾ ബിയും ട്രീയും ക്വാഡും ഇത് ശരിക്കും കൂടുതലും എവിടെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഡയലോഗ് ഡെലിവറി നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ തിയേറ്റർ സെറ്റപ്പ് എടുക്കുമ്പോൾ അതിനകത്ത് ഡയലോഗ് ഡെലിവറി കൂടുതൽ നടക്കുന്ന സ്ഥലം എവിടെയാണ്? ഡയലോഗ് ഡെലിവറി നടക്കുന്നത് സ്റ്റേജിൻ്റെ, അതായത് നമ്മളുടെ സ്ക്രീനിൻ്റെ പിറകിലുള്ള ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ചാനലാണ് ഡയലോഗ് ഡെലിവറി നടക്കുക. സറൗണ്ട് സ്പീക്കേഴ്സിൽ കൂടുതലും നടക്കുന്നത് എഫക്റ്റുകൾ മാത്രമാണ്. അവിടെ ഡയലോഗ്സ് വരാൻ സാധ്യത കുറവാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ചാനൽ റൈറ്റിലോ ലെഫ്റ്റിലോ കേൾക്കുന്ന ഏതെങ്കിലും ആ ഒരു ചാനലെടുത്ത് സറൗണ്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് അവർ സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൾട്ടി ലെയേഴ്സിലാണ് സൗണ്ട് വരുന്നത്. ഈ സ്റ്റേജിൽ വരുന്ന ഇതിനകത്ത് നമ്മൾ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഫ്രീക്വൻസി വേർതിരിച്ചിട്ടാണ് അവിടെ സൗണ്ട് വരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിലുള്ള ബേസ് എന്താണോ ട്രെബിൾ എന്താണോ അതൊക്കെ ശരിക്കും കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് 3ഉം റിസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പീക്കർ സിസ്റ്റം അവിടെ വേണം. അപ്പോൾ സ്റ്റേജ് സ്പീക്കറിനകത്ത് ഈ 3 ടൈപ്പ് മോഡൽസ് ഉണ്ട്. അതായത് ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി. ഇതാണ് ചെറിയ തിയേറ്ററുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബി ആമ്പാണ് ഉപയോഗിക്കുക. ബി ആമ്പ് സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും, അത് ബേസും ട്രിബിളും മാത്രമാണ് അവർക്ക് വേണ്ടു. ഇനി കുറച്ചും കൂടി വലിയ ഓഡിറ്റോറിയം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ട്രിയാമ്പ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കും. ട്രിയാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ, മിഡ്, ഹൈ, ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ഇതാണ് ട്രിയാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇനി ക്വാഡാമ്പിലേക്ക് കിടക്കുമ്പോൾ, ക്വാഡാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ടോപ്പ് ക്ലാസ് തിയേറ്ററുകളിൽ അത്രയും പൈസയുള്ളവരൊക്കെ ചെയ്യുള്ളൂ. കാരണം ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ എപ്പോഴും ക്വാഡാമ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ക്വാഡാമ്പ് വയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ, മിഡ്, ഹൈ കഴിഞ്ഞിട്ട് നമ്മൾ SW സബ് ബൂഫറിനും കൂടിയിട്ടൊരു ട്രാക്ക് അവിടെ വലിച്ചിടുന്നുള്ള ഒരു ചാനലോടെയും വലിച്ചിടുന്നുള്ളതാണ് ഈ ക്വാഡാമ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ എൻ്റെ ഒരു ശബ്ദം, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വോയിസ്, എൻ്റെ വോക്കൽ എന്ന് വരുന്ന വോയിസ്
നാലായിട്ട് വേർതിരിക്കുകയാണ്. ട്രബിൾ എവിടെയാണോ, ബാസ് എവിടെയാണോ, മിഡ് റേഞ്ച് എവിടെയാണോ, സബ് എവിടെയാണോ, ഇത് നാലും ഒരു നിശ്ചിത അളവിൽ പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ സൗണ്ട് കേൾക്കാൻ പറ്റുക. നേരെ മറിച്ച് ഞാൻ ഈ ട്രബിൾ മാത്രമാണല്ലോ, ബാക്കി ബേസും മിഡും ഒക്കെ ഞാൻ കുറച്ചിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊണാൾഡൊക്കെ സംസാരിക്കണ പോലെ ഇരിക്കും, ഈ കിളികൾ സംസാരിക്കണ പോലെ ഇരിക്കും ട്രബിൾ മാത്രമാകുമ്പോൾ. എന്നാൽ ട്രബിൾ കട്ട് ചെയ്തിട്ട് ഞാൻ ബേസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് കേൾക്കും. എന്താന്ന് കറക്റ്റ് വ്യക്തമാവില്ല. കാരണം എൻ്റെ സംസാരം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ബേസിൻ്റെ കൂടെ ട്രബിളും കൂടി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ ഒരു ക്ലാരിറ്റി വരുള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞു മിഡ് ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ ട്രബിളും ബേസും കെട്ടിയിട്ട് മിഡ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒരു കുഴലിനുള്ളിൽ കൂടെ സംസാരിക്കണ പോലെ കേൾക്കും, അപ്പോഴും ക്ലിയർ ആവില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞിട്ടുള്ള സബ് ഊഫർ ഓപ്ഷനിലേക്ക് കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടിൻ്റെ ഒരു ഗാംഭീര്യം അവിടെയാണ് ഫീൽ ചെയ്യുക. സബിൻ്റെ അറിയാലോ, സബിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, അവിടെ ഗാംഭീര്യം വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതാണ് ശരിക്കും ഇതിൻ്റെ ബേസിക് സെറ്റപ്പ്. ഞാനിത് കുറച്ച് ലളിതമായിട്ടാണ് പറഞ്ഞു തന്നേക്കണത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ ടൈമും കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ദയവ് ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിയോ ടെക്നോളജിയെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിവുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ടതില്ല. എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ തീർത്തും പൂർണ്ണമായിട്ട് ഇതിനെപ്പറ്റി ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഇനി ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിങ്ങൾ സമർത്ഥിക്കാനായി എൻ്റെ ചാനലിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്ത് സമയം കളയേണ്ടതില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബി ട്രീ, അതുമാതിരി ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡുകൾ. സോ ക്വാഡൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഇവിടെ ഗൾഫ് റീജിയണൽസുകളൊക്കെ നമ്മൾ ക്വാഡ് ചെയ്യാറുണ്ട്. എനിക്കിത് ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഈ എത്രത്തോളം ഇതിൻ്റെ ക്വാഡൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാൽ മുത്ത് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള തിയേറ്ററുകൾ ഈ ടെക്നോളജി ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ബേസിക്. അപ്പോൾ ഈ ആംപ്ലിഫയറിനകത്ത് ഈ പറഞ്ഞ 3 ഇതിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ആംപ്ലിഫയറിൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ആംപ്ലിഫയറിൽ ഓരോ സർട്ടൻ ചാനലുകൾ എടുക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ ചാനൽ, നമ്മളുടെ സെൻട്രൽ ചാനലിൽ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 4 ചാനൽ ഔട്ട് എടുക്കാൻ പറ്റുന്ന ആംപ്ലിഫയറാണ് സെൻട്രൽ ചാനലിൻ്റെ മെയിൻ സോഴ്സ്, സൗണ്ട് സോഴ്സ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സെൻട്രൽ ചാനൽ. അപ്പോൾ ഇവിടെ നിന്നൊരു സൗണ്ട് സോഴ്സ് മെയിൻ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് ആംപ്ലിഫയറിൽ നിന്നുള്ളിൽ 4 വേർതിരിക്കുകയാണ്. എന്നിട്ട് 4 സ്പീക്കറുകളിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ, മിഡ്, ഹൈ, അതുമാതിരി SW, ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, SW, LF, MF, HF എന്നൊക്കെ അതിനെ പറയും. നമ്മൾ കോഡായിട്ടാണ് പറയുക. HF എന്ന് പറയുന്ന ഫ്രീക്വൻസി, നമ്മളത് അതിനോട് കോഡാണ് ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഫെസിലിറ്റി ഈ ആംപ്ലിഫയറിലുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആംപ്ലിഫയർ ഇപ്പം നിലവിൽ നമ്മളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയേറ്ററുകളിൽ, ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു തിയേറ്റർ ഒരു ആംപ്ലിഫയറുകളൊക്കെ വെച്ചിട്ടുണ്ട്, പഴയ ഒരു ആംപ്ലിഫയർ വെച്ചിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അവിടേക്ക് ഈ ആംപ്ലിഫയർ കൊടുന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നിലവിലുള്ള ആംപ്ലിഫയർ ഊരി എടുത്തിട്ട് ഇത് നേരെ കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്വാപ്പബിൾ ആംപ്ലിഫയർ ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം വയറ വലിക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിലവിലുള്ള നമ്മൾ നോർമൽ ആംപ്ലിഫയർ ഊരി എടുത്തിട്ട് അവിടെ ഇത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതിനകത്ത് ഞാൻ ടച്ച് സ്ക്രീൻ ഉണ്ടെന്ന് പറയും. ടച്ച് സ്ക്രീൻ ഓപ്ഷണലാണ്. എല്ലാ മോഡലിനും ടച്ച് സ്ക്രീൻ ഉണ്ടോ എന്നില്ലയോ എന്നുള്ള അറിയില്ല. ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സ്മാർട്ടാണ്. നമ്മളുടെ പ്രൊജക്ടറിലെ ഇപ്പോൾ ബാർക്കോൻ്റെ SP4K പ്രൊജക്ടറാണ് ഉപയോഗിക്കണത്, Series 4 പ്രൊജക്ടറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ICMPയുടെ സെർവറും കൂടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺട്രോളും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ICMP-X ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രൊജക്ടറിൻ്റെ കൺട്രോൾ കിട്ടും, സിനിമ സെർവറിൻ്റെ കൺട്രോൾ കിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ ഓഡിയോ പ്രോസസ്സറിൻ്റെ കൺട്രോൾ കിട്ടും, പ്ലസ് ആംപ്ലിഫയറിൻ്റെ കൺട്രോളും കിട്ടും. അപ്പോൾ 4 കൺട്രോളും ഒറ്റ വിൻഡോയിൽ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ ഫുൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു സാധനം അവിടെ കിട്ടുള്ളൂ. അപ്പം ഈ പ്രോഡക്റ്റ് അത് ഞാൻ പറഞ്ഞല്ലോ, എവിടെയും ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് അറിഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിലും ഈ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് നമുക്ക് എന്തെങ്കിലും കാലത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫുൾ ഡെപ്ത് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പെർഫോമൻസും നമ്മൾ അളന്നു നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബാർക്കോൻ്റെ പുതിയ ഈ സ്മാർട്ട് ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സ്മാർട്ട് ആംപ്ലിഫയർ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ
നമ്മളുടെ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ബിഗ് സിനിമ എക്സ്പോയിൽ ചെന്നൈയിൽ നടക്കാൻ പോകുന്ന ബിഗ് സിനിമ എക്സ്പോയിൽ പോയാൽ മതി. അത് വർക്ക് ചെയ്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചിലപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ പീസ് മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അത് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ഞാൻ കൂട്ടാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇത് യൂട്യൂബ് വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ മേടിക്കാനും മൈക്ക് മേടിക്കാനും ഒക്കെ ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് വരുമാനം എടുക്കാത്ത കാരണം കൊണ്ട്, എനിക്കിതിനകത്തേക്ക് ഇൻകം ഒന്നും കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തത്. എന്നിരുന്നാലും അത്യാവശ്യം ഞാനൊരു ബെറ്റർ ക്വാളിറ്റി ഇപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ 2-3 വീഡിയോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പരമാവധി ചെയ്യാനായിട്ട്. മുമ്പത്തെ പോലെ എവിടെയെങ്കിലൊക്കെ വെച്ചെടുക്കാറല്ല പതിവ്. ഞാൻ വളരെ കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.